ആ രീതിക്കായിട്ട് സ്വയമായിട്ട് യാതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത രീതിയിലെത്തും. ആനയുടെ കാര്യമല്ല, ഗൃഹസ്ഥനായി ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇവിടെ ആനയുടെ കഥ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതായ ധ്യാനം മന്വന്തരം തന്നെ അതുകൊണ്ട് താമസമന്വന്തരത്തിലുണ്ടായി എന്നൊരു വസ്തുത പറഞ്ഞു. ആ ആനയുടേതായിട്ട് പ്രജാപതികള് മഹാദേവനെ വിളിച്ചിട്ട് പ്രജാപതികള് മനുഷ്യർക്ക് ഭക്ഷണം രക്ഷിക്കാനാണ്. അവരെ രക്ഷിക്കാനല്ല മഹാദേവൻ തന്റെ തൊഴിലുകളുടെ ദുഃഖം കണ്ട. കാരണം ഈ വാസുകിയുടെ ഗോവിന്ദനാമ സങ്കീർത്തനം. വേറെ ആദരണീയനായ ശ്രീനാരായണജി ഇവിടെ പവിത്രമായ, വളരെ പവിത്രമായ പുണ്യഭൂമിയായ പാവക്കുളം മഹാദേവ സന്നിധി, അതിൻ്റെ സംഘാടകര്, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളായ അനുഗ്രഹീതരായ ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും കൂടിക്കൂടി നമ്മൾ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ഉത്തരവാദിത്വം എന്താണെന്ന് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഭാഗവതത്തെ നമ്മൾ ആഴങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് പറഞ്ഞു വരുന്ന നാരായണജി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പരമശിവൻ കാളകൂട വിഷം സ്വീകരിച്ച കഥയാണ്. അപ്പം കാളകൂട വിഷം സ്വീകരിക്കുന്ന പരമശിവനിൽ നിന്നും, അതും പാവക്കുളം മഹാദേവന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ കാളകൂട വിഷം സ്വീകരിച്ചു. ആർക്കുവേണ്ടി, എന്തിനു വേണ്ടി, എന്നിട്ടെന്തുണ്ടായി? ഇതൊക്കെ നമ്മൾ കഥകൾക്കപ്പുറം കഥയുള്ളവരായി തീരുക. പരമശിവൻ കാളകൂട വിഷം കഴിച്ചതെന്നത് നമുക്ക് കഥയിലൂടെ നോക്കുമ്പോൾ പാലാഴി മഥനത്തിൽ നിന്നും രൂപപ്പെടുന്ന കാളകൂട വിഷം എന്നതായിരിക്കും കഥയിൽ നിന്ന് കിട്ടുന്നത്. ഇന്ന് നാം മനസ്സിലാക്കേണ്ട കാളകൂട വിഷം ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, ഒരു സമൂഹത്തെ മുഴുവൻ തളർത്തുന്ന ചില ആശയങ്ങളോ ചിന്തകളോ പ്രവൃത്തികളോ ആണ് ഇന്നത്തെ കാളകൂട വിഷം. നമ്മുടെ ഹിന്ദു സമൂഹമുണ്ടല്ലോ, ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിനെ മുഴുവൻ ബാധിക്കുന്ന കാളകൂടമുണ്ട്. ലോകം മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാളകൂടം എന്നതിന് പല അർത്ഥങ്ങളെടുക്കാം, കാലഘട്ടത്തിനനുസരിച്ച് അർത്ഥമെടുക്കാം. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായ പല പ്രശ്നങ്ങളിൽ നിങ്ങൾ കാളകൂടം എടുക്കുകയാണെങ്കിൽ ഇന്ന് ആ പ്രശ്നങ്ങൾ കുട്ടികളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മൊബൈലിൻ്റെ അതിസ്വാധീനങ്ങളോ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വാർത്ഥതയും, മനുഷ്യൻ്റെ സ്വന്തം ലോകത്തിലുള്ള സ്വന്തം സുഖങ്ങളിലുള്ള അഭിനിവേശങ്ങളും, അങ്ങനെ പലതും ഇന്ന് കാളകൂടമായി ജീവിതത്തെ താളം തെറ്റിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ, ഒരു ഭാഗത്ത് ലോകം ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. അതിൽ നമുക്ക് വ്യക്തികളിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടങ്ങണം. അപ്പം നമ്മുടെ വ്യക്തികളിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും വേണം പരിവർത്തനമുണ്ടാകും. അപ്പം നാം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എന്താണത്? തളരാത്ത സമൂഹത്തിന് മാത്രമേ തളരാത്ത ലോകത്തെ ഉണ്ടാക്കാൻ സാധിക്കൂ. ദുർബലരിൽ നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ സാധിക്കുക? ദുർബലർക്ക് ഒരിക്കലും ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ തളരാത്തൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ നാം തളരാത്ത മനസ്സിന്റെ ഉടമകളാണ്. ഈ തളരാത്ത സമൂഹമായി തീരാൻ നമ്മളിൽ ശിവത്വം ഉണരണം. ശവമായവർക്കൊരിക്കലും ഊർജത്തോടെ, ഉണർവോടെ, ഉത്സാഹത്തോടെ ജീവിക്കാൻ സാധ്യമായില്ല. അപ്പൊ ശിവൻ കാളകൂടം എടുത്തു സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിലെ ശിവത്വം ഉണരണം. എന്താണ് നമ്മളിലെ ശിവത്വം? ശിവം എന്ന് പറഞ്ഞാൽ ചൈതന്യമെന്ന, ശിവം എന്ന് പറഞ്ഞാൽ നമ്മളിലെ ബോധമെന്ന. ഈ ശരീരം വെറും ശവമാണ്. ഈ ശരീരത്തെ ചൈതന്യമാക്കുന്ന, ശരീരത്തെ ജീവനുള്ളതാക്കുന്നത് കേവലം പ്രാണനും മറ്റുമല്ല. നമ്മളിലെ ആന്തരികമായ ശക്തി, ബോധശക്തി എല്ലാറ്റിനും കഴിവുള്ളതാണ്. നമ്മളെ പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന. അത് പലരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും അവരുടെ വ്യക്തിത്വത്തിന്റെ പുറം ഭാഗത്തുനിന്ന്
കാളകൂട വിഷങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എരിപൊരി കൊണ്ട് ജീവിതം താളം തെറ്റിക്കുക. അപ്പൊ അതിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം ധ്യാനനിരതനായ ശിവനാണ്. അതായത് ഉപാസകനായ ശിവനാണ്, സാധകനായ ശിവനാണ്. സാധനയുള്ളവർക്ക് ജീവിതത്തിൽ ആന്തരിക ശക്തികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ യോഗികളും മഹാന്മാരും ശ്രേഷ്ഠ പുരുഷന്മാരും സാധന ചെയ്തു. അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു, നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാമ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഞാൻ സാക്ഷിയായിരുന്നു. അദ്ദേഹം വ്രതമെടുത്തുകൊണ്ടാണ്, അദ്ദേഹം 11 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ടാണ്, 11 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ പ്രാണപ്രതിഷ്ഠ കർമ്മം ചെയ്തത്. സ്റ്റേജിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വ്രതം പൂർണ്ണമാക്കിയത്, തീർത്ഥം സ്വീകരിച്ചു. അപ്പം അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയോടെ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. അപ്പം പ്രാണപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ തൻ്റെ പ്രാണശക്തി, തൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ്, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, ഇത് ഒരു വിഗ്രഹത്തിലേക്ക് പകരുമ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ അത് പ്രയോജനപ്പെടണം എന്നാവണമെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തിക്ക് ചില തപസ് വേണം, ഉപാസന വേണം. നമ്മുടെ ഹിന്ദു സമൂഹം ഇന്ന് ഉണരേണ്ടതുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ തെറ്റായ ഒരു ആത്മീയത പരിശീലിച്ചു. നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് കേവലം ഒരു തൊഴുതുപോകുന്ന സംസ്കാരം. ആ തൊഴുതുപോകുന്ന സംസ്കാരം ഹിന്ദുവിൻ്റെ തലയിൽ കയറിയത് കൊണ്ടാണ് നമ്മളെ ചൂഷണം ചെയ്യുന്ന സംസ്കാരം എന്നത്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ 3000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് തൊഴാനുള്ള സംവിധാനം, നിങ്ങൾക്ക് 5000 കൊടുത്താൽ സ്പെഷ്യൽ സംവിധാനം, ഇതൊക്കെ എന്തുകൊണ്ട് നമ്മളെ മുതലെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തൊഴുതു പോകുന്നതാണ് ഹിന്ദുവിൻ്റെ സംസ്കാരം എന്ന്, അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന്, നമ്മുടെ ഭക്തി എന്ന് നമ്മളെ തെറ്റായ ആരോ ധരിപ്പിച്ചു. നമ്മളത് മാറ്റണം. നമ്മളിലെ ജീവശക്തി, നമ്മളിലെ ചൈതന്യം, നമ്മളിലെ ശിവശക്തി ഉണ്ടെങ്കിൽ അതിന് ജപം തന്നെ വേണം. നമ്മൾ രാമായണമൊക്കെ വായിക്കും, പക്ഷെ ഉൾക്കൊള്ളുക. രാമായണത്തിൽ എപ്പോഴും രാമ 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 മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ശിവൻ എന്നത് രാമായണത്തിൽ തന്നെ പറയുന്നത്. ശിവന്റെ ഇഷ്ടമന്ത്രമാണ് രാമായണ മന്ത്രം. അവതാര പുരുഷനായ ശിവൻ പോലും ജപിച്ചുകൊണ്ടിരിക്കുക. അതല്ലേ വിഷ്ണു സഹസ്രനാമത്തിൽ നിങ്ങൾ ഈ വരികൾ അത് എഴുതുന്ന സമയത്ത് വ്യാസഭഗവാൻ ഈ വരികൾ എഴുതിയത് പാർവതീദേവി പരമശിവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേനോപായേന ലഘുനാ വിഷ്ണു നാമസഹസ്രം പണ്ഡിതേ പണ്ഡിതേ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ. പരമശിവനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് എളുപ്പത്തിൽ, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം എപ്പോഴും ചൊല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഏത് മന്ത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ശ്രീ പരമശിവൻ പറഞ്ഞു കൊടുക്കുന്നത് ശ്രീരാമ രാമ രാമേതി. നിങ്ങളൊക്കെ പരിചയക്കാരാണ്, പറയൂ. രാമ രാമ രാമേതി രമേ രാമേ മനോരമേ. സഹസ്രനാമത്തിലൊക്കെ ശ്രീ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന പരമശിവന്റെ അടുത്ത് പോയി തൊഴുമ്പോൾ അവിടെ ചെന്ന് കുറച്ചു നേരം നാമം ചൊല്ലുന്ന ഒരു സംസ്കാരം നമുക്കില്ലെങ്കിൽ എന്ത് തപസ്സാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ കൂടെ ക്ഷേത്ര ഉപാസന എന്നൊരു വാക്ക് നമ്മൾ ചേർക്കേണ്ടി. മന്ത്രം കൊണ്ട് മനസ്സിനെ ഉപാസിപ്പിക്കണം. അപ്പോഴാണ് നമ്മളിലെ ശിവശക്തിയോട് മനസ്സ് ചേരുന്നത്. ഇവിടെ മനസ്സിനെയാണ് നമുക്ക് ഉയർത്താനുള്ളത്, പരിവർത്തനം വരുത്താനുള്ളത്, ശക്തിപ്പെടുത്താൻ. നമ്മുടെ ഹിന്ദു സമാജത്തിൽ അങ്ങനെ ഒരു തപസ്സില്ലാതെ പോയതുകൊണ്ടാണ് ആത്മഹത്യകൾ. ദിവസവും പത്രം എടുത്ത് നോക്കാൻ പറ്റുമോ നമുക്ക്? ആത്മഹത്യകൾ പെരുകുന്നു, കുടുംബ വഴക്കുകൾ കൂടുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ ഉത്തരാഖണ്ഡിൽ സിവിൽ കോഡ് പാസ്സാക്കുന്ന സമയത്ത് എല്ലാം ഹിന്ദു സമൂഹത്തിന്റെ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കൂടുതൽ അതിൽ പ്രൊവിഷൻസ് വെച്ചത്. എന്തേ ഹിന്ദു സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നത്? കാരണം വീടുകളിൽ സുരക്ഷിതരല്ലാതായി. എന്തുകൊണ്ട് സുരക്ഷിതരല്ലാതായി പോയി? കാരണം ഉപാസന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും പോയി, അത് തൊഴുതുപോകലായി. എളുപ്പം ഒരുപക്ഷെ ഞാൻ നിങ്ങളോടല്ല അഡ്രസ് ചെയ്യുന്നത്, കുറെ കൂടി കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ അഡ്രസ് ചെയ്യുമ്പം എത്ര കുട്ടികൾ അമ്പലത്തിൽ വന്ന് അല്പനേരം ഇരുന്ന് ജപിക്കുന്ന സംസ്കാരമുള്ളവരുണ്ട്. എളുപ്പോ ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ ആവർത്തിക്കുന്നത് ജപം തന്നെയാണ് ജീവിതത്തിന് വേണ്ടതെന്നാണ്. അനന്യാശ്രിതയം രോമാം ഏജനാ പരിവാസതേ തേഷാം നിത്യാദിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഗീതയിൽ കൃഷ്ണൻ പറയും. ഗീതയെ ഭഗവാൻ അർജുനന് ഉപദേശിക്കുമ്പോൾ
മാം അനുസ്മൃത ചിത്തം മയ്യേവ പ്രവിലീയതേ എന്ന ഭാഗവതത്തിലും കൃഷ്ണൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യമാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഉപാസന വേണം. ഭാഗവതം കേൾക്കുമ്പോൾ ഉപാസകരാവണം, ശിവശക്തി ഉണർത്തണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിബന്ധങ്ങളെ, പ്രയാസങ്ങളെ കാളകൂടെ വിഷമാക്കി എടുത്തുകൊണ്ട് അതിനെ നേരിടാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് കാളകൂടെ വിഷം നമ്മളുമായിട്ടുള്ള ജീവിത ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലാതെ ഈ കഥ കേട്ടത് കൊണ്ടൊക്കെ കാര്യം, കഥ നമുക്ക് പ്രായോഗികമാക്കണ്ടേ, അപ്ലിക്കബിൾ ആക്കണ്ടേ, പ്രാക്ടിക്കൽ ആക്കേണ്ടത്. മനസ്സിലാവോ? ഇത് വ്യക്തിയുടെ കാര്യം. ഇനി സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം നമ്മുടെ ഹിന്ദു സമൂഹത്തിലേക്ക് നോക്കുന്നില്ല. കണ്ണു തുറന്നു നോക്ക്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദു സമൂഹം ഇന്ന് വളരെ അഭിമാനത്തോടെ ഉണരുകയാണ്. ഞങ്ങളൊക്കെ രാമപ്രതിഷ്ഠാ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയ ആചാര്യന്മാരും ഒരു ഭാഗ്യം പോകാനുള്ള ഭാഗ്യം എനിക്കും കിട്ടണേ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ആ റോഡുകളിലൊക്കെ ആളുകളുടെ ആനന്ദ നൃത്തം ഞങ്ങൾ കണ്ണോട് കണ്ടവരാണ്. ജയ് ശ്രീരാം എന്ന് വിളിക്കാത്ത ഒരു വരികളില്ല. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം അവിടെ പങ്കുവയ്ക്കാം. ഞാൻ 22 രാവിലെയാണ് ഞാൻ അയോധ്യയിലേക്ക് പോകുന്നത്, ലഖ്നൗവിൽ. അപ്പം എന്നെ രാവിലെ തന്നെ പിക്കപ്പ് ചെയ്യാൻ ഒരു കാറ് വരുന്നു. ആ കാറിൽ ഞാൻ കയറുന്നു. അപ്പം അതിൽ ഒരു കപ്പിളും പ്രായം ഒരു 60 വയസ്സുള്ള ഒരു അംഗവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരെയാണ്, ബോംബെയിൽ വരെയാണ്, ഒരു ബിസിനസ്സുകാരാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പറഞ്ഞു, സ്വാമിജി, ഈ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്വപ്ന ദർശനം, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അയോധ്യയിൽ കാലുകുത്തണം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ. ഞാൻ ഇദ്ദേഹത്തിനെ കൂട്ടി വന്നിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഓൺലി VIP സാധാരണ അയോധ്യ, വേറെ ആർക്കൊന്നും പോകാൻ പറ്റില്ല. സാധാരണക്കാർക്ക് അയോധ്യയിലേക്ക് പ്രവേശനമില്ല. ലഖ്നൗ അയോധ്യ റോഡിൽ ഓൺലി VIP കാറുകൾ മാത്രമേ പോകുന്നു. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ VIP കാർ പാസ് ഉണ്ട്. കാരണം ഞാൻ ക്ഷണിക്കപ്പെട്ട് പോവുകയാണ്. ഞാൻ ഇവിടുന്ന് എന്നെയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഭാഗമാക്കി ഇവർ ക്ഷണിച്ചതുകൊണ്ട് VHPയുടെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ സഭ പറഞ്ഞ പ്രകാരം ക്ഷണിച്ചതുകൊണ്ട് എനിക്ക് VIP പാസ്. അപ്പം ലഖ്നൗന്ന് പറഞ്ഞു, സ്വാമിജി ഞാൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് VIP പാസ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറത്തു പോകാം. ഓക്കെ, നന്നായി. പോകുന്ന വഴിക്കൊക്കെ പോലീസുകാർ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. VIP പാസ് ഉണ്ട്, അതിൽ കോഡുണ്ട്, അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒക്കെയാണ്. പോയി അയോധ്യ അതുവരെ എത്തി. ഈ കാറിൽ നിന്ന് ഞാൻ ഇറങ്ങി. പോലീസുകാർ പറഞ്ഞു ആരും ഇറങ്ങരുത്, കാരണം റോഡ് അത്ര തിരക്കാണ് റോഡിൽ. അതും ആളുകളിൽ ഇങ്ങനെ VIP വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, സിനിമാ മേഖലയിലും ആത്മീയ മേഖലയിലൊക്കെ VIP വന്നുകൊണ്ടിരിക്കുക. റോഡ് കൺജസ്റ്റഡാണ്. ആളുകൾ ഇങ്ങനെ നടന്നിട്ട് പോലീസുകാരിങ്ങനെ വടം പിടിച്ച പോലെ നിൽക്കുന്നത്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, എന്തായാലും ഇറങ്ങണം, നമുക്ക് ഉത്തരം. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. അവരിറങ്ങി ആ സ്ത്രീ. എന്നിട്ട് ആ റോഡിൽ നിന്ന് മാറി ആ മണ്ണിൽ നീണ്ടു നിവർന്നു. പൊതുവെ സ്ത്രീകൾ അങ്ങനെ നീണ്ടു നിവർന്ന് നമസ്കരിക്കാറില്ല, ഉണ്ടോ? ദണ്ഡവത്ത് നമസ്കരിക്കാൻ. ഇത് ദണ്ഡവത്ത് നമസ്കരിച്ചിട്ട് എന്നോട് പറഞ്ഞു, സ്വാമി നമുക്ക് കുറച്ചു നേരം അവരെ കണ്ണ് നിറഞ്ഞ് വിരിപ്പോഴും പറയും, ഭയങ്കര ഇമോഷണൽ. അവരത്ര അവരവർ മുടി പറയുകയാണ്, ഞാൻ പ്രാണപ്രതിഷ്ഠയിൽ വന്നു, എനിക്ക് ഇത്രയും മതി ഭൂമിയിലുള്ള കാര്യം. പോലീസുകാർ കയറിക്കോളും, എന്നെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയി. തിരിച്ചവർ ഏറെക്കുറെ ഞാൻ 9:30 മണിക്ക് പോയി, പിന്നെ 4 മണിക്കാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ആ 4 അത്രയും സമയം കാറിൽ വെയിറ്റ് ചെയ്ത് രാമനെ തിരിച്ചോട്ടി. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവർ പറയാം, റോഡ് മുഴുവൻ, പാർക്കിംഗ് ഏരിയ മുഴുവൻ, ഡ്രൈവർമാർക്കൊന്നും പോകാൻ പറ്റില്ല. ഈ വന്ന ആളുകളുടെ ഡ്രൈവർമാരൊക്കെ എല്ലാം ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, മേപ്പെട്ടം നോക്കിയാലും പ്രശ്നം. എന്നാൽ ഈ കേരളം അന്നത്തെ ദിവസം അതിനൊരു മുഖം തിരിച്ച നാടാണ്. ഇത്രയും ഒരു കുരുട്ട് നാടായി പോയിട്ട് നമ്മുടെ നാട്. എന്ത് പറ്റി നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ? ഇതിന് മാറ്റം വരുത്തട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വളരെ വിഷമം തോന്നിയൊരു കാര്യമല്ല, വളരെ വിഷമം തോന്നിയൊരു കാര്യം. കേരളം മാത്രം മുഖം. ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ച പ്രശ്നം ഞാൻ നിങ്ങളോട് തുറന്നു പറയുക.
രാമക്ഷേത്രവും കാശി ക്ഷേത്രവും മധുരയുമൊക്കെ മുഗളന്മാരാണ് നശിപ്പിച്ചതെങ്കിൽ നമുക്ക് അന്ന് മുഗളന്മാരെ നശിപ്പിച്ചപ്പോൾ അവരിൽ നിന്നാണ് അത് മോചിപ്പിക്കേണ്ടതെങ്കിൽ കേരളത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന മുഗളന്മാർ ഇവിടുത്തെ ഗവൺമെന്റുകളാണ്. അവരിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തെ മോചിപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ പേര്. കാരണം നമുക്ക് നോക്കൂ, നിങ്ങൾ 200-300 കോടി ശബരിമലയിൽ വരുമാനമുണ്ട്. ഏറെക്കുറെ 4 കോടി വെച്ച് നോക്കിക്കൊള്ളുന്നുണ്ട് ഗുരുവായൂർ എത്ര വരുമാനം വരുന്നു. ഈ വരുമാനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഹിന്ദു സമൂഹത്തിന് ഉണ്ടോ? അറിയൂ, നിങ്ങൾ ഉണ്ടോ ഇല്ലയോ? സുഹൃതം ഭാഗവതം ഡിസംബറിൽ സപ്താഹം നടത്തുമ്പോൾ 10 പെൺകുട്ടികളെ കല്യാണം നടത്താൻ ഇവിടെ തയ്യാറായി. ഇന്നലെ മീറ്റിംഗ് ഉണ്ടായി. അതിൽ 10-30 അപ്ലിക്കേഷനാണ്. എന്ത് ഈ ശബരിമലയ്ക്കൊക്കെ ചെയ്യാമായിരുന്നില്ലേ? ഇത്രയും ഫണ്ട് വരുന്നതല്ലേ? ഗുരുവായൂർ ചെയ്യാമായിരുന്നില്ലേ? ഇത്രയും ഫണ്ട് വരുന്നതല്ലേ? ശബരിമലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സമയത്ത് സുരേഷ് ഗോപിജിയുടെ മകളുടെ കല്യാണത്തിനാണെങ്കിൽ ദേവസ്വം ബോർഡിന് ഒന്ന് പറയായിരുന്നു, ഞങ്ങളൊരു ഫ്രീ കല്യാണം നടത്തുകയാണ്, അങ്ങ് അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അത് തയ്യാറാക്കാനുള്ള സംസ്കാരം അവിടെ ഭരിക്കുന്നവർക്ക് കൊടുത്തിട്ടില്ല. കാരണം നമ്മളെ തന്നെ നശിപ്പിക്കുന്ന കുറെ കൂട്ടരെയാണ് ഈ ക്ഷേത്ര ഭരണാധികാരം കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഇവരാണ് നമ്മുടെ മുന്നിലുള്ള കാളപ്പുക വിഷം. മനസ്സിലാവുണ്ടോ? എന്തോന്നും വിടാത്തോ? നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. വേണ്ടേ? എത്ര പേര് സമ്മതിക്കുന്നുണ്ട് നമുക്ക് മാറ്റിയെടുക്കണമെന്നുള്ളത്? ഞാൻ ഈ കാര്യത്തിൽ വളരെ അഭിമാനത്തോടുകൂടി BHP ഭരണാധികാരികളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ശബരിമലയിൽ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഫ്രീ ബസ് ഷട്ടിൽ നടത്താൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കണം. ആ കേസ് സുപ്രീം കോടതി പരിധിയിൽ കിടക്കുകയാണ്. സുപ്രീം കോടതി കേരള ഗവൺമെന്റിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും, ഞാൻ DHPയോട് പറയുന്നു, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ? അങ്ങനെ ഫ്രീ ഷട്ടിൽ ബസ് നടത്തുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ ഡീസലെങ്കിലും നിങ്ങൾ അടയ്ക്കാനുള്ള പൈസ കൊടുത്തില്ലേ? അത് പറഞ്ഞപ്പോൾ കയ്യടിയില്ല, ബാക്കി ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ 100 ലിറ്റർ പെട്രോളിന്റെ പൈസ എപ്പോഴും ഉറപ്പിച്ചോണ്ടല്ലേ. ഞാൻ സത്താഹത്തിന് കിട്ടുന്ന ദക്ഷിണ വെച്ചിട്ടൊക്കെ അല്ല, നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. വേണ്ടേ? ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ ബാധിച്ച കാളകൂടെ വിഷയമാണ് നമുക്ക് മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ ഉയരേണ്ടതുണ്ട്. നമ്മുടെ ശിവത്വം ഉയരുന്നുണ്ട്. അപ്പൊ വ്യക്തിപരമായി നമുക്ക് സാധന വേണം, സമൂഹപരമായി നമുക്ക് ഐക്യം വേണം. ഇന്ന് ഹിന്ദു സമൂഹം വിഘടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മേക്കെട്ട് കയറുന്നത്. ദൈവം നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഹിന്ദു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്രയോ പാവം കടകക്കാരുണ്ട്. എനിക്കറിയാം, ദക്ഷിണ മുഴുവൻ തിരുനേരിക്ക് പോകുള്ളൂ, കടകക്കാർക്ക് കിട്ടില്ല. അതുപോലെ പാട്ട്, അതുപോലെ ചെണ്ടമേളം തുടങ്ങിയ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഞാൻ ചോദിക്കട്ടെ, സത്യം നമ്മൾ ഉത്തരം പറയണം. ഒരു ക്ഷേത്രത്തിൽ അനവധി കലാ ആവിഷ്കാരങ്ങളുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. പുഴുവന്മാര് മുതൽ പലരുമുണ്ട്. ഇവരിലെല്ലാവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരില്ലേ? ഉണ്ടോ? എന്നാൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇന്ന് ക്ഷേത്ര സംസ്കാരങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഞങ്ങളിതാ ഇത്രയും കാശ് ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള നട്ടല് ക്ഷേത്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടായില്ല. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പണം എടുക്കാതെ പോലും അവരുടെ ഹജ്ജ് തീർത്ഥാടനത്തിന് 1 കോടി രൂപ വകയിരുത്താൻ ഈ ഗവൺമെന്റിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ അനൈക്യം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതില്ലേ? ഞാൻ രാഷ്ട്രീയ പ്രസംഗമല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ കാളകൂട വിഷത്തെ കുറിച്ചാണ്. ഇവിടെ ഇന്നുള്ള കാളകൂട വിഷം ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാലഘട്ടത്തിനനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഭാഗവതത്തിനെ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവതം നമുക്ക് പ്രചോദനമാണ്, ഊർജ്ജമാണ്, കരുത്താണ്, പരിവർത്തനം. അല്ലെങ്കിൽ അത് വെറും ഒരു കഥയാണ്. മനസ്സിലാകുന്നത്? ഞാൻ ഇവിടെ നാരായണജി കുറെ കാലം ഞങ്ങൾ ഒരുമിച്ച് ഭാഗവത സപ്താഹം നടത്തിയിട്ടില്ല. എൻ്റെ ഒരു പിന്നിലിരുന്ന് എനിക്ക് വലിയ പ്രചോദനം തന്ന ആചാര്യനാണ് ശ്രീ നാരായണൻ. ഞങ്ങളാണ് ആരംഭിച്ചത്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആരംഭം. അദ്ദേഹം തീർച്ചയായിട്ടും ഈ തത്വലോകത്തിലേക്കായിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്കറിയാം. വെറും കഥയല്ല ഭാഗവതം. കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം മാറ്റണം. വേണ്ടേ?
വേണോ വേണ്ടയോ ഉറക്കെ പറയൂ നിങ്ങൾ. ഞാനിത് എന്തിനാ നിങ്ങളോട് വേണോ വേണ്ടയോ എന്നൊക്കെ ആവർത്തിക്കുന്ന നിങ്ങൾ നാളെ മറ്റുള്ളവരോട് ഇത് പറയണം. എന്താണ് ഭാഗവതത്തിലെ കഥകളുടെ ആധുനിക കാലഘട്ടത്തിന്റെ പ്രസക്തി എന്തായിരിക്കണം മനസ്സിലാവുമല്ലോ. അതിലൊരു ചങ്കൂറ്റം നമുക്കുണ്ടാകും, ഒരു കരുത്തുണ്ടാകും. ഒരു മരണമേ ഉള്ളൂ. ആ മരണം നമ്മൾ ഊർജത്തോടെ, ഉണർവോടെ, ഉത്സാഹത്തോടെ, അഭിമാനത്തോടെ, കരുത്തോടെ മരിക്കണം. ദുർബലരായി മരിക്കരുത്. അതായിരിക്കില്ല നമ്മുടെ ജീവിതം. അതിന് പ്രവർത്തിക്കേണ്ടതുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട്. കാരണം മറ്റു സമുദായത്തിലുണ്ടല്ലോ, മറ്റു സമുദായത്തിന്റെ ശക്തി എന്തുകൊണ്ടാണ് ഇത്ര ശക്തി ചെയ്തത്? നിങ്ങൾ നോക്കൂ, മറ്റേ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോവരുത്, അതിന്റെ ഒന്നും ഇവിടെ ആഘോഷിക്കരുതെന്ന് ചില മുസ്ലിം സമുദായ സംഘടനകൾ പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വാലിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടു ഉണ്ടോ ഇല്ലയോ? അവരുടെ നേതാക്കന്മാർക്ക് പറയാനുള്ള ആർജവം എന്തായിരുന്നു? കാരണം അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയുടെ കരുത്ത് അവർ ആർജിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ അനുസരിക്കുന്നത് ഹിന്ദുക്കളാണ് നോക്കണം. ഇതൊക്കെ അനുസരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് നോക്കണം. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രാമനെ അവഹേളിക്കുന്ന പോസ്റ്റ് ചെയ്ത MLA ആണ് നമുക്ക് ഹിന്ദു സമൂഹത്തിലുള്ളത്. അല്ലെ, കണ്ടില്ലേ നിങ്ങൾ? ഒരു MLA പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എന്താണെന്നും ഇടാത്തത് നിങ്ങൾ. നമ്മൾ പ്രതികരിക്കാൻ നമ്മൾ ഊർജ്ജമുള്ളവരായി കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഉണരണം. മനസ്സിലാവില്ലേ? വിത്തിനെ കൊണ്ടുവരുന്നവരുടെ മുന്നിൽ മുത്തിനെ അവതരിപ്പിച്ചപ്പോൾ അവർ വാലിൽ ചുരുട്ടി വെച്ചു. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തും. ഒരു സംശയം വേണ്ട. ഉപാസനയിലൂടെ ശ്രീമദ് ഭാഗവതം ഒരു സമൂഹത്തിനെ പരിവർത്തനം വരുത്തും നമ്മുടെ പ്രവർത്തനത്തിലൂടെ. അല്ലാതെ വരില്ല. നമ്മൾ മുന്നോട്ട് വരാതെ ഒരടി മുന്നോട്ട് നടക്കാതെ ഒരു മാറ്റവും ഉണ്ടാകും. കാളകൂടെ വിഷം വരുന്നത് പാലാഴി മഥനത്തിലാണ്. മഥനം ചെയ്യാതെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക? ദേവന്മാർക്ക് ശാപം കിട്ടി, അവർ തളർന്നുപോയി. ഈ കഥ വളരെ ഇന്ന് ആപ്റ്റാണ്. ദേവന്മാർക്ക് ശാപം കിട്ടി, തളർന്നുപോയി. ഇന്ന് ഹിന്ദുവിന്റെ അവസ്ഥയിൽ ഇതാണ്. തളർന്നു കിടക്കുന്ന ഹിന്ദുവാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഉയരാൻ എന്താ വഴി? ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇതിൽ നിന്ന് ഉയരാനുള്ള ഒരേ ഒരു വഴി പാലാഴി മഥനമാണ്. ഈ പാലാഴി മഥനം എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? നമ്മൾ എന്താണ് അർത്ഥം ഗ്രഹിക്കുന്നത്? ഇവിടെ അസുരന്മാരോടും ദേവന്മാരോടും ചേർന്നുകൊണ്ട് നിങ്ങൾ പാലാഴിയെ മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരും കൂടിച്ചേർന്ന്. ഇവിടെയാണ് ഐക്യം നമുക്ക് വേണ്ടത്. ഒത്തൊരുമയോടുകൂടി ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല. ഒരു സഹവർത്തിത്വം വേണം, പാരസ്പര്യം വേണം, പരസ്പരം ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത്? അതിന് നമ്മൾ സഹകരിക്കണം. മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കണം. നമ്മൾ സഹകരിക്കണം. നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുവരാൻ എന്താണെന്ന് വിടാത്തത് പ്രേരിപ്പിക്കണം. ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നിങ്ങൾ എത്ര പേര് നമ്മുടെ കുട്ടികളിലേക്ക്, നിങ്ങളുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ സപ്താഹത്തിന് വരണമെന്ന് മറ്റുള്ളവരെ പ്രേരിപ്പിച്ചവർ എത്ര പേരുണ്ട്? സത്യമാണോ? അപ്പൊ നമ്മൾ പ്രേരിപ്പിക്കുക. മറ്റുള്ള വരൂ, കേൾക്കൂ, ഇത് മനസ്സിലാക്കൂ, ഇതൊന്ന് കേട്ടു നോക്കൂ. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോഴായിരിക്കും പലരുടെയും ജീവിതം ഗുരുത്വമുള്ളതായിത്തീരുന്നു. നോക്കൂ, ഈ ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ കൈ തലയിൽ വെക്കുന്നതല്ല. മറ്റൊരാളുടെ ജീവിതത്തിൽ നല്ലത് കേൾക്കണം എന്ന് തോന്നാൻ നമ്മളൊരവസരം ഒരുക്കുമ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്. കേൾക്കണം, എനിക്ക് നല്ലത് കേൾക്കണം. അപ്പൊ തൻ്റെ ജീവിത ചിന്തയിൽ നിന്നൊന്ന് മാറി കുറച്ച് നല്ലത് കേൾക്കുമ്പോൾ ഈ കേൾവിയിലാണ് പലർക്കും പരിവർത്തനം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? പലതും തൻ്റെ ചിന്തകൾ തെറ്റായിരുന്നു, ഞാൻ ചിന്തിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മാറ്റിമറിക്കാമായിരുന്നു. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നല്ലത് കേൾക്കാൻ, നല്ലത് കേൾപ്പിക്കാൻ, പ്രേരണ കൊടുക്കാനും ആരില്ല. അവർ സ്വയം പരിശീലിക്കുന്നില്ല. അവരുടെ ദുർബല ചിന്താഗതികളിൽ കുരുങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ ക്ഷുദ്രം ഹൃദയദൗർബല്യം രക്തോത്തിഷ്ടപരന്തവ, ദുർബലമായ ചിന്തകളിൽ കുരുങ്ങി അത് തന്നെ അയമടക്കി പ്രഹ്ലാദന്റെ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ട് കാണാം. ഇന്നലെ വന്ന് കാണും പ്രഹ്ലാദനൊക്കെ. മനസ്സിലായില്ലേ? പ്രഹ്ലാദൻ പറയുന്ന വരിയിൽ ചർവിത ചർവണം. എന്താണ്?
ചലവിത ചരണമെന്ന് പശുക്കളെ പോലെ ചിന്തിച്ചു തന്നെ ചിന്തിച്ച് കൂട്ടി അവസാനം അവനവന്റെ ജീവിതം നരകമാക്കി, മറ്റുള്ളവരുടെ ജീവിതം ദുരിതമാക്കി നമ്മുടെ ഹിന്ദു സമൂഹം അധപ്പതിക്കുന്നതിന് കാരണം ഒരു ഗുരുത്വമില്ല. എന്താ ഗുരുത്വം എന്നുള്ളത്? നല്ലത് കേൾക്കാനുള്ള, നല്ലതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രചോദനവുമില്ല, ആരുടെയും പ്രേരണയുമില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഇന്നൊരു 10 പേർക്ക് മെസ്സേജ് അയക്കും. എത്ര പേർക്ക്? പുറത്തപ്പെട്ടു. എന്തിന്? നിങ്ങളുടെ ജീവിതം പരിവർത്തനം വരുത്താൻ ആഗ്രഹമുണ്ടോ? ഭാഗവതം കേൾക്കും. ഇത്രയും പറഞ്ഞു. തയ്യാറാണോ? ഇതാണ് പ്രചോദനം. നോക്കൂ, നിങ്ങൾ ഈ കൊടുക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഞാൻ പറയുന്നത് ചിരിച്ചേക്കാം. പക്ഷെ ഈ പറയുന്നത് ചിലപ്പോഴുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ വ്യക്തികൾ വേറെ ആരോടെങ്കിലും പറഞ്ഞ് അവരെ കൊണ്ടുവരുമ്പോൾ ഈ സപ്താഹം മതി അവരുടെ ജീവിതം മാറാൻ, സപ്താഹം കൊണ്ട് തീർക്കാൻ, ഒരു ജീവിതത്തെ പുതിയതാക്കി മാറ്റാൻ. മനസ്സിലാവുണ്ടോ? ഞാനിത് നിങ്ങളോട് വെറുതെ പറയില്ല. ഞാൻ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് സപ്താഹം നടത്തി. എൻ്റെ അനുഭവം പറയുന്നത്, നമ്മുടെ മിലിറ്ററിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായി തീരേണ്ട ഒരു വ്യക്തി അദ്ദേഹം ഡിപ്രഷനായിട്ട് അദ്ദേഹത്തിന് ഫോഴ്സിൽ നിന്ന് മാറ്റി. കാരണം ഡിപ്രഷൻ കയറി. സപ്പോസ് ടു ബി വൺ ഓഫ് ദ ചീഫ് കമാൻഡർ ഓഫ് നമ്മുടെ ഭാരതത്തിന്റെ മിലിറ്ററിയുടെ ഹയസ്റ്റ് പൊസിഷനിലാണ്. അതേ ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് കേരളായിരിക്കുന്ന സമയത്താണ് ഡിപ്രഷൻ വരുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കടന്നു പോകണം. ബ്രിഗേഡിയർ ലെവലിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം അപ്പുറത്തേക്ക് കടന്നു പോകുന്ന സമയത്താണ് ഡിപ്രഷൻ ധരിപ്പിച്ചത്. ഇദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠകൾ വന്നു, ഉറക്കമില്ലാതെ. ആദ്യമൊക്കെ അദ്ദേഹം അവഗണിച്ചു, പിന്നെ അത് പ്രശ്നമായി, പിന്നെ റിസൈൻ ചെയ്തു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ആ സപ്താഹത്തേക്ക് കേട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ വളരെ ഒരു ഗ്രേറ്റ് ലേഡി. അവർ ഈ ഭാഗവതം കേട്ട് പ്രതാപിനെ ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് നോക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റി കൊണ്ടുവരിക. എന്നോട് പറയണം, നീ എഫേർട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഭാഗവതം തന്ന പ്രചോദനം ചില്ലറയാണ്. അതാണ് ഭാഗവതത്തിന്റെ മഹത്വം. നമ്മൾ പ്രചോദനം കൊടുക്കണം. അപ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്. എപ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്? നാം ചിന്തിക്കുന്ന ചിന്തകൾ അത് നമ്മളെ ദുർബലരാക്കുന്നതാണെങ്കിൽ, ഇതല്ല ഞാൻ ചിന്തിക്കേണ്ടത്, ഈ വഴിക്കല്ല ഞാൻ പോകേണ്ടത്, ഞാൻ പ്രയോമാർഗത്തിലൂടെ അല്ല പോകേണ്ടത്, ഞാൻ ശ്രേയസിന്റെ മാർഗത്തിലേക്കാണ് പോകേണ്ടത്, തിരിച്ചുവിടാനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നെങ്കിൽ അതാണ് ഗുരുത്വം എന്ന് മനസ്സിലാക്കുക. ഗുരുത്വമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഇരുത്തമുള്ളൂ. ഇരുത്തം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിരുന്ന് ഉപാസന ചെയ്യാൻ തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ സാധകന്മാരായിത്തീരുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ ഇന്ന് നല്ല വഴികളാണ് നമ്മുടെ ഋഷിഗുരുമാർ പറഞ്ഞത്. ഒരു ഹിന്ദുവും തളരേണ്ടതില്ല, ഒരു ഹിന്ദുവും ജീവിതത്തിൽ പതറേണ്ടതില്ല. തളരുന്നതും പതറുന്നതിന് കാരണം തൻ്റെ സ്വാർത്ഥമായ അഹങ്കാരത്തിലൂന്നിയ ഏതോ ദുർബല ചിന്തയിൽ കുരുങ്ങിക്കിടന്ന്, അല്ലേ? ആണല്ലേ? അതാണ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത്. ഇന്ന് മോഡേൺ സയൻസ് പോലും സൈക്കോളജി പോലും എത്തിച്ചേർന്നിട്ടില്ലാത്ത പല പടികളിലൂടെയും ഭാഗവതം കടന്നുപോയിട്ടുണ്ട്. നിങ്ങളെയോ നിങ്ങൾ കപില ഭാഗവതം, കപില വ്യാഖ്യാനം അല്ലെങ്കിൽ കപില വാസുദേവന്റെ കപിലോപദേശം നോക്കിക്കഴിഞ്ഞാൽ ചേതഖലുബന്ധായ ചിന്തകൾക്ക് നമ്മളെ ബന്ധിക്കാൻ സാധിക്കും. അതേ ചിന്തകൾക്ക് മുക്തായ നിങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കും. രണ്ടും കിടക്കുന്ന, ലോക്കും കിടക്കുന്ന അൺലോക്കും കിടക്കുന്നത് നിങ്ങളുടെ ചിന്തയിലാണ്. അതിനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചില സാധനങ്ങൾ വേണം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടണം. നിങ്ങളുടെ അറ്റൻഷൻ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്ത് ആ ഒരു ചിന്തകളുടെ ബലം കൊണ്ട് ദുർബല ചിന്തയുടെ പിടിയിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ സാധിക്കുക എന്നൊക്കെ ഭാഗവതം നമുക്ക് വഴി കാണിച്ചു തരുമ്പോൾ ഇതൊന്ന് പ്രായോഗികമാക്കി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം ഉണ്ടാകും. മനസ്സിലാവുമ്പോൾ ഞാൻ പറയുന്നത് ഗുരുത്വമുള്ളപ്പോഴാണ് ഇരുത്തമുള്ളത്. ഇരുത്തമുണ്ടെങ്കിലാണ് മഹത്വം ഉണ്ടാകുക. ഒരാളുടെ ജീവിതം എപ്പോഴാണ് മഹത്വമുള്ളതായിത്തീരുന്നത്? നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കണം. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നാലും ഇതൊന്നും എൻ്റെ മനസ്സിനെ അലട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എൻ്റെ മനസ്സിനെ അനുവദിക്കില്ല. അതിൽ മുഴുകാൻ മനസ്സിനെ അനുവദിക്കില്ല. ഈ വിട്ടുകൊടുക്കാത്തൊരു പ്രകൃതമുണ്ടല്ലോ, ദുർബലതയ്ക്ക് കീഴടങ്ങാത്തൊരു പ്രകൃതമുണ്ടല്ലോ,
അവിടെയാണ് മഹത്വം ഇരിക്കുന്നത്, അവിടെയാണ് ശക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് ഭാഗവതം കേട്ട നമുക്ക് ഈ ജീവിതത്തിൽ തളരാൻ അല്പവും യോഗ്യതയില്ല. ഭാഗവതം കേട്ടിട്ട് ഒരാൾ തളർന്നെങ്കിൽ ദേവിയാഴ്ച ഈ വഴിക്ക് വരരുതെന്നാണ്. അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ റോങ് സൈഡിൽ എത്തിക്കഴിഞ്ഞു. ഭാഗവതം ആർക്കുള്ളതാണ്? തക്ഷകാദിഭ്യോ മൃത്യുഭ്യോന വിവേന്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർമ്മാണം അഭയം ദർശിതം ത്വയാ. എന്നെ മൃത്യുവിനെയോ അല്ലെങ്കിൽ മരണത്തിനോ എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ദാറ്റ് ഐ വോണ്ട് അലൗ. കാരണം പ്രവിഷ്ടോ ബ്രഹ്മനിർമ്മാണം, എൻ്റെ മനസ്സിനെ ദൈവോട്ട്. മനസ്സിലാവുന്നില്ല? ഇതാണ് പരീക്ഷിത മഹാരാജ അവസാനം പറയുന്നത്. അജ്ഞാനം നിരസ്തമ്മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. എൻ്റെ മനസ്സിനെ ഞാൻ പിടിച്ചുറപ്പിച്ചിരിക്കുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ മനസ്സിനെ തളരാൻ പറയുന്നത് അനുവദിക്കില്ല. എത്ര പേർക്ക് അത് പറയാനുള്ള ധൈര്യമുണ്ട്? ഈ ഭാഗവതം കേട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഉൾക്കൊണ്ടവർ എത്ര പേരുണ്ട്? എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തളരില്ല എന്ന് പറയാനുള്ളവർ, ആർജവമുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾ നന്നാവണം. ബാക്കിയുള്ളവർ നന്നാവില്ല എന്നല്ല, സമയമെടുക്കും, ഇത്തിരി പാകപ്പെടാൻ. കാരണം എന്താ പറയുക, നമ്മുടെ ഭാഗവതം എന്നൊക്കെ പറയുന്നത് പണ്ട് കാലം മുതൽ ഒരു സമ്പ്രദായം, ഉച്ചയൂണ് സമ്പ്രദായമായിരിക്കും. അതൊരു തെറ്റായ കീഴ്വഴക്കം ആരോ ഇവിടുന്ന് ഉണ്ടായിപ്പോയി. 11 മണിക്കാണ് സപ്താഹം കേൾക്കാൻ പലർക്കും വ്യഗ്രത വരിക. അത് 12:30 ആകുമ്പോഴേക്കും 1 മണിയാകുമ്പോഴേക്കും അവർക്ക് ആ ഒരു വ്യഗ്രത എല്ലാം കൂടി ഒരു എന്താ പറയുക, വെപ്രാളമായി മാറും. അത് 1 മണിയാകുമ്പോഴേക്കും അത് വെപ്രാളത്തിന്റെ പാരമ ലക്ഷ്യത്തിലെത്തി നിർത്താൻ കാത്തിരിക്കാൻ PT ഉഷയുടെ കുലത്തിൽ ജനിച്ചവരാണെന്ന് തോന്നുന്നു, ഓടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ആയിപ്പോകുന്ന സപ്താഹം അത് മാറണം. നാരായണീയത്തിലുള്ള ആചാര്യന്മാർക്ക് അത് ദിശ തിരിച്ചുവിടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ഒരു പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. വയറിനുള്ള ഭക്ഷണം തീർച്ചയായിട്ടും വേണം, പക്ഷെ മനസ്സിൻ്റെ ഭക്ഷണം അത് മറക്കരുത്. മനസ്സിന് ഭക്ഷണമില്ലെങ്കിൽ അത് കഴിഞ്ഞുപോയ, ജീർണിച്ച് കിടക്കുന്ന, ദഹിക്കാതെ കിടക്കുന്ന, ദുർബലമായത് വീണ്ടും 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 അയവിറക്കിക്കൊണ്ടു. നിങ്ങൾ കണ്ടില്ലേ, കൊച്ചു കുട്ടികൾ താഴെ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്ത് കഴിക്കുന്നത്? ഇതുപോലെ മനസ്സൊരു കുട്ടിയുടെ ബാലിശമായ ദുർബലതയിൽ ജീവിക്കും. മഹത്വമുണ്ടാവില്ല, ഇരുത്തമുണ്ടാവില്ല. മനസ്സിലാവുന്നത്? ആ ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ പ്രയത്നിക്കാം. അപ്പോഴാണ് നമുക്ക് സമത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. എന്താണ് ഈ സമത്വം? എല്ലാവരെയും കൈപിടിച്ച് ഉയർത്താൻ ഞാൻ പ്രയത്നിക്കേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, ഹിന്ദു സമൂഹത്തെ തൊടാൻ ഒരാൾക്കും സാധ്യമല്ല. ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ ബോധം വരാത്തത്? നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് പോകേണ്ടവരാണെന്നുള്ളതിലല്ല നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. ഭാഗവതം കേൾക്കുമ്പോൾ കുറച്ച് ഭജനയും പാടി, പാട്ടും പാടി, ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ മുണ്ടൊക്കൊന്ന് പൊക്കി നേരെ, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ ഒന്ന് ശരിയാക്കി. എന്തിനായി ഈ മുണ്ടൊക്കൊന്ന് ഉയർത്തി വയ്ക്കുന്നത്? ഓടാനുള്ള വെപ്രാളം. ഈ തരത്തിൽ നമ്മൾ അകപ്പതിച്ചു പോയി. മനസ്സിലാകല്ലോ, നമുക്ക് ഈ ഭാഗവതമൊക്കെ വളരെ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കാണുന്നുണ്ട്, സുഹൃതം ഭാഗവതത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങ് ആലപ്പുഴ, കൊല്ലം കഴിഞ്ഞ ദിവസം വീഴ്ചയുടെ ഒരു പാനൽ ഡിസ്കഷൻ ഇതായിരുന്നു പോയിന്റ്. ഈ ഒരു വിഷയമായിരുന്നു ഭാഗവത സപ്താഹങ്ങളുടെ വാണിജ്യവൽക്കരണം എന്നൊരു വിഷയം. അപ്പോൾ പ്രധാനമായിട്ട് ഇതാണ്, കുറേ ഭജനകളും പാടി സ്വാർത്ഥമായ ഒരു ലോകത്തിൽ ഭാഗവതത്തെ പിടിച്ചു നിർത്തുമ്പോൾ ഒരു സമൂഹത്തോടുള്ള തൻ്റെ കടപ്പാടും ഉത്തരവാദിത്വവും സമൂഹ സേവനവും നമ്മൾ മറന്നുപോകരുത്. ഞാൻ മാത്രം ഉയർന്നാൽ പോരാ, എൻ്റെ കൂടെയുള്ളവരും ഉയരണം. നാം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് ഐക്യദത്യം മഹാബലം. അപ്പോഴാണ് നമ്മുടെ സമൂഹം രക്ഷപ്പെടുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പോഴാണ് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ജനിച്ചതൊരു വലിയ സുഹൃതമാണ്, ഭാഗ്യമാണ്. അനവധി ആചാര്യന്മാരുടെ ജന്മം കൊണ്ട് ഈ ഭൂമിയിൽ. പക്ഷേ ഇന്ന് ഈ കേരളം ഒന്ന് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും നമ്മളെ കൊണ്ടു നടക്കുന്നതൊക്കെ നമ്മളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണ്. മഹാഭാരത യുദ്ധത്തിൽ ഇങ്ങനെ ഒരു കഥ പറയും. പാണ്ഡവന്മാരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയം നടക്കുമ്പോൾ കൗരവരെയാണ് പലതും ഏൽപ്പിച്ചത്. ദാനവും ചെയ്യാൻ പലതും കൗരവന്മാർക്കാണ് ഉത്തരവാദിത്തം.
അവർ പ്രയത്നിക്കുകയായിരുന്നത്രേ എങ്ങനെ പാണ്ഡവരെ തകർക്കാമെന്ന്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ അത് നമ്മുടെ അവസ്ഥയുടെ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ കയ്യിലാണ്. എങ്ങനെ നമ്മൾ നശിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമ്മൾ തകർക്കാൻ പറ്റുമെന്ന് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമല അപ്പത്തിൻ്റെ കാര്യത്തിലായാലും അരവണയുടെ കാര്യത്തിലും കാണുന്നുണ്ടല്ലോ. ഇത്രയും കാലത്തെ ശബരിമല ചരിത്രത്തിലുണ്ടായില്ല ഒരു പിഞ്ചു കുട്ടി പെടഞ്ഞു വീണ് മരിക്കുന്ന ചരിത്രം. അതെന്തുകൊണ്ടുണ്ടായി? നമ്മുടെ അനൈക്യമുണ്ട്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഉച്ചത്തിൽ ശബ്ദിക്കാനുള്ള സമൂഹം അവരുടെ കൂടെയില്ല. മനസ്സിലാവുന്നല്ലോ. ഈ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞു, നിങ്ങളാരും അയോധ്യയിലേക്ക് പോകരുതെന്ന് ഒരു നേതാവ് പറഞ്ഞാൽ അനുസരിക്കാൻ മാത്രം, ഇന്ന് സ്വാധീനിപ്പിക്കാൻ മാത്രം കരുത്തില്ല. ഇല്ലേ, ഞങ്ങൾ പോവും, ഇത് ഞങ്ങളുടെ അഭിമാനമാണ്, ഇത് ഈ ഭാരതത്തിൻ്റെ സത്വമാണ് രാമൻ, ഈ രാജ്യത്തിൻ്റെ സർവശക്തിയാണ് രാമൻ എന്നൊക്കെ പറയാനുള്ള ഒരു ആർജവം ഈ രാഷ്ട്രീയക്കാർക്കില്ലാതെ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഗാന്ധിജി രാമനെ കുറിച്ചാണ് സ്തുതിച്ചത്. രാമനെ എന്താണ് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ രാംധുൻ എന്നാണ് പറയുക. രഘുപതി ആ വാക്ക് തുടങ്ങുന്നതന്നെ രാമന്റെ പേരില്ല. ആ രാമനെ നമുക്ക് ഒഴിവാക്കാൻ സാധ്യല്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾ ഓം എന്ന് പറയാനുള്ള നട്ടല് ഹിന്ദു നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് ഹിന്ദുവിൻ്റെ അനൈക്യം കൊണ്ട് മാത്രമാണ്. സപ്താഹങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഹിന്ദു സമൂഹത്തിന് മാറ്റമുണ്ടാകുന്നു. വ്യക്തിയിൽ മാറ്റമുണ്ടാകണം, സമൂഹത്തിൽ വ്യക്തിയിൽ സാധന കൊണ്ട് ശക്തി ഉണ്ടാകണം, സമൂഹത്തിന് ഐക്യമുണ്ടാകണം, ഒത്തൊരുമയുണ്ടാകണം. ഇതിന് നമുക്ക് സാധിക്കട്ടെ, അതിന് പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന അവസരത്തിന് വളരെ നന്ദി പറയുകയാണ്. ഈ കാളകൂട വിഷം നിങ്ങൾ വിചാരിക്കേണ്ട, അന്ന് കഴിഞ്ഞു, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മുന്നിൽ കാളകൂട വിഷം ഉണ്ടോ ഇല്ലയോ? ഇത് ഒരിക്കലൊരു വീട്ടിൽ നമ്മൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിയിൽ അതിന് വ്യാഖ്യാനം പറയും. ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കച്ചറ പറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എനിക്കറിയാം, ആക്രിയൊക്കെ അന്നത്തെ ഭാഷ അല്ലേ? ഈ പേപ്പർ സാധനങ്ങളൊക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടോ? ആക്രിക്കാർ. ഇപ്പൊ തൃശ്ശൂരിലൊരു വീട്ടിൽ ആക്രിക്കാരൻ വന്നിട്ട്, ഈ ഉന്തുവണ്ടിക്കാരൻ വന്നിട്ട് പഴയ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് ഉറക്കാൻ ചോദിക്കുന്നു. അപ്പൊ അവർക്ക് LBD പഠിക്കുന്ന കുട്ടി പറഞ്ഞിട്ട് 2 എണ്ണത്തിനുണ്ട്, ഇത് 2 കൂടെ ആവശ്യമില്ലാത്ത സാധനമാണ്, ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടുവരാൻ പാകത്തിന് എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത്. നാളെ നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് നിങ്ങൾ ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള സാധനമായി മാറരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് കാളകൂട വിഷം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആ പരിവർത്തനം സാധിക്കാൻ ഭാഗവതം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുരുത്വമുള്ളവരായി, ഇരുത്വമുള്ളവരായി, മഹത്വമുള്ളവരായി, സമൃദ്ധിയുള്ളവരായി മാറാൻ ഭാഗവതം അനുഗ്രഹിക്കരുത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോവിന്ദ അങ്ങനെ വളരെ തിരക്ക് കൊടുത്ത സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി ഇവിടെ വന്ന് നമ്മൾ നേതവചരണയുഗം ഹരിഹരപുത്രാശരണം രാധാരമണമുകുന്ദമുരാരേ ശരണം മേഘവചരണയുഗം ശ്രോത്രാ ഗോവിന്ദനാഥകീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ശിഖലാഹാരത്തിൽ നിൽക്കാം. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് പാരായണത്തോടാരംഭിക്കും. വൈകുന്നേരം 6 മണിയോടുകൂടി ശ്രീകൃഷ്ണാവതാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.